ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും പാച്ചുവിന് ക്ലാസ്സൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മഴയുടെ പ്രശ്നമുള്ള കാരണം ഇപ്പോൾ വെള്ളിയാഴ്ച പോയതാണ് ക്ലാസ്സിൽ. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്നൊരു പാച്ചുവിൻ്റെ ഫുഡ് റൂട്ടീൻ ഒന്ന് ഫുൾ ഡേ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ പാച്ചുവിൻ്റെ ഇന്നത്തെ ഒരു ഫുൾ ഡേ അവൻ കഴിക്കുന്ന കാര്യങ്ങളും അവൻ്റെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എണീറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഇന്നലത്തെ കുടിച്ച പാലും കുപ്പിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പാച്ചുദേ ജസ്റ്റ് എണീറ്റ് പോയി. അപ്പോൾ രാവിലെ അവന് പാൽ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ മുമ്പ് രാത്രി കുടിച്ചതാണ് ആ ബോട്ടിൽ അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പാലൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ചാക്കോച്ചീനെ പെട്ടെന്ന് കണ്ടപ്പോൾ എണീറ്റ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഫ്രഷ് ആവുന്നതിന് മുമ്പുള്ള ആദ്യത്തെ പരിപാടി ബെഡ്ഷീറ്റൊക്കെ ഒതുക്കിയിട്ട് ഈ പാല് കുപ്പി നേരെ കഴുകാൻ കൊണ്ടിടുക എന്നുള്ളതാണ്. അപ്പോൾ റൂം തുറന്ന ഗ്യാപ്പിൽ ഇതേ ചാക്കോച്ചൻ കയറി. ഇനി ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ കാലത്ത് എൻ്റെ ആദ്യത്തെ പരിപാടി, ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ പാൽപ്പൊടിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ. കാരണം ഇവർക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് ചോദിക്കും. അപ്പം ഞാൻ എന്താ ഡെക്സോലാക്കാണ് കൊടുക്കാറ് പാച്ചുവിന്. കുറേ നാളുകളായിട്ട് അവൻ്റെ കുഞ്ഞിലും മുതൽ ഡെക്സോലാക്കാണ്. പലതും ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അവന് പേഴ്സണൽ അവന് നന്നായിട്ട് തോന്നിയത് ഡെക്സോലാക്ക് ആയ കാരണം ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ച പാക്കറ്റാണ്. അപ്പം ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെ ഞാൻ ബോക്സിലാക്കി വെച്ചിട്ട് രാവിലെ തന്നെ ഇതുപോലെ ഡിസ്പെൻസറിൽ ഇങ്ങനെ ആക്കി വെക്കും. പാച്ചുവിനെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയണ്ട, അവൻ ഭയങ്കര പിക്കീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ അവൻ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു സംശയം എനിക്ക് വന്നു. അപ്പോൾ അത് ഉറപ്പ് വരുത്താനാണ് ഞാനിപ്പോൾ അവന് ഇപ്പോൾ അവന് ശരിക്കും 3 വയസ്സായി. 3 വയസ്സിൽ അങ്ങനെ പൊതുവെ ആരും അങ്ങനെ ഫോർമുല മിൽക്കൊന്നും അങ്ങനെ കൊടുക്കില്ല. പക്ഷെ എനിക്കത് അവൻ കഴിക്കുന്ന ഫുഡിൽ അവന് കിട്ടുന്നത് പോരാന്ന് തോന്നിയപ്പോൾ ഞാനത് ഡെക്സോലാക്കിന്റെ ഈ 4th സ്റ്റേജാണ് അവൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 36 വൈറ്റൽ ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ, ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു 18 to 24 months ആണ് ആക്ച്വലി ഈ ഒരു 4th സ്റ്റേജ് ഉള്ളത്. അപ്പോൾ എല്ലാ 1 to 4 സ്റ്റേജ് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ മെയിൻ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് പല ഫോർമുല മിൽക്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ പലതും ഡൈജഷന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലത് ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഡെക്സോലാക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കുട്ടികളുടെ ഡൈജഷൻ ഒന്ന് കംഫർട്ട് ആക്കാനുള്ള ഒരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര, കുട്ടികൾക്ക് അത് ഒരു ഡൈജഷൻ ഒരു പ്രശ്നം വന്നാൽ അവരുടെ ഓവറോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഡെക്സോലാക്കിൽ ഇതേ തോന്നിയിട്ടില്ല. മാത്രമല്ല എനിക്ക് ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് ഡെക്സോലാക്കിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് രാവിലെ എണീറ്റിട്ട് തന്നെ ഞാനിതുപോലെ ഡിസ്പെൻസറിൽ ആക്കി വയ്ക്കും. അവനിപ്പം 90 ml വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു 90 ml ഞാൻ ഡിസ്പെൻസറിൽ ആക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഫീഡും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പാച്ചുവിന് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഫുഡ് റൂട്ടീൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർമുല മിൽക്കിനെ കുറച്ച് ഞാൻ പറഞ്ഞതല്ലോ. മാത്രമല്ല അവൻ്റെ ഈ പറഞ്ഞ പോലെ ചില ദിവസം അവന് ഭക്ഷണം കഴിക്കാൻ മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അവന് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഈ പാല് കുടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇതാണ് കൊടുക്കാറ് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡിസ്പെൻസറിലാക്കി വെക്കും. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഒരു 160 ml പാല് കുടിക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെയും അവന് പാല് കുടിച്ചിട്ടാണ് അവൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് പാലൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ആ ഡ്രസ്സൊക്കെ മാറി ഇനി ഞാൻ പാച്ചുവിൻ്റെ അടുത്തേക്ക് പോട്ടെ കേട്ടോ. എന്താ കഴിക്കണേ പാച്ചു? ചീസ്.
പാച്ചുവിന് ചീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ചീസ് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സ്ലൈസ് ആയിട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അവനിങ്ങനെ റോൾ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങൾ ഇന്ന് മൊത്തത്തിലൊരു മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. ഡോൺ ചേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കോഫി ഡിവൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡാഡി മമ്മിയും പറഞ്ഞു തൽക്കാലം നമുക്കിന്ന് നൂഡിൽസിൽ ഒതുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഡിവൈനും കഴിക്കാനും ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡാഡിക്കും മമ്മിക്കുമുള്ള നൂഡിൽസൊക്കെ ഉണ്ടാക്കി. പാച്ചുവിൻ്റെ പാലുകുപ്പിയൊക്കെ കഴുകാനിട്ടിട്ടുണ്ട്. അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ട്. 2 ബോട്ടിലാണ് രാവിലെയും രാത്രിയായിട്ട് അവൻ കുടിക്കുക. അപ്പോൾ പാച്ചുവിന് അവൻ്റെ സമയമായപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പം ഞാൻ പാൻ കേക്കിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവനൊന്നും താല്പര്യമില്ല. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അവന് ഫ്രൈ ചെയ്യാനിട്ടു. കൂട്ടത്തിൽ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി. ഓംലെറ്റ് നമ്മുടെ അവനിഷ്ടമുള്ള സോസേജ് ചീസ് ഓംലെറ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവന് എന്തെന്നില്ലാത്ത എന്നോടുള്ള സ്നേഹമായിരുന്നു. എൻ്റെ ഒക്കത്ത് കയറി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ പാച്ചും ഒരു കയ്യിൽ ക്യാമറയും, ബാക്കി എങ്ങനെയൊക്കെയോ ആണ് ഞാൻ ഈ ഓംലെറ്റ് ഉണ്ടാക്കി എടുത്തത്. സോസേജൊക്കെ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഈ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുന്നത് കൊണ്ട് അവനുള്ളത് കൊണ്ട് എനിക്കൊരു ടെൻഷനും ആയിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ആ ഷൂട്ട് ചെയ്തതിൽ ഒത്തിരി ജെർക്കും ഷേക്കും ഫോക്കസ് ഔട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നാലും സംഭവം റെഡിയായി. അതെന്താന്ന്? ക്യാരറ്റ്, വെരി ഗുഡ് ബോയ്. അങ്ങനെ ഇത് അവൻ്റെ ഒരു ഫേവററ്റ് പ്ലേറ്റ് ആണ് കേട്ടോ. അതിൽ ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ സോസേജ് ചീസ് ഓംലെറ്റും കൂടി വെച്ച് അവനെ കഴിക്കാൻ വേണ്ടി കൊണ്ടിരുത്താൻ പോവാണ്. അവനെ കഴിപ്പിക്കുക എന്നുള്ളത് മണിക്കൂറുകളോളം നീണ്ട ഒരു കലാപരിപാടിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ മൂപ്പര് ഭയങ്കര സന്തോഷത്തിൽ കഴിക്കാനുള്ളൊരു മൂഡൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിത് ആഘോഷപരമായിട്ട് കൊണ്ടിരുത്തി. ഇപ്പം മൂപ്പർക്ക് ഹൈ ചെയറിൽ കഴിക്കാനിരിക്കാൻ വലിയ താല്പര്യമില്ല. ഇപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ ചെയറിലിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം കുറച്ച് നേരം അതിലിരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ പതുക്കെ ഹൈ ചെയറിലേക്ക് മാറ്റി ടി വി വെച്ച് കൊടുത്തപ്പം വലിയ കുഴപ്പമില്ലാണ്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും വളരെ സ്ലോ ആയിട്ടാണ് അവൻ കഴിക്കുക. അപ്പം ഞാനും അവൻ്റെ കൂടെ ഇരുന്നു. ഞാനും പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല. മിക്ക ദിവസവും ഞാൻ പാച്ചു കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കുക. കാരണം അവൻ്റെ എന്തായാലും ബാക്കി വെക്കും. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവൻ്റെ ബാക്കിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ബ്ലിപ്പിയൊക്കെ കണ്ടിട്ട് ഓരോന്ന് ഇരുന്നെന്തോ ABCD അങ്ങനത്തെ എന്തോ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് പഠിച്ച് വിത്ത് ഡാൻസൊക്കെയാണ് അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇന്ന് വലിയ മടിയില്ലാണ്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഫ്രഞ്ച് ഫ്രൈസ് വേഗം ഇന്ന് കഴിച്ച് തീർത്തു. അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാച്ചും കൂടി കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലുണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഫ്രോസനാണ്. ഇതിപ്പോൾ ഞാൻ മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ വട്ടം നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലേ കസഗൗരമയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ അതും ഈ സോസേജൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവൻ ഓംലെറ്റ് കഴിച്ചില്ല. ആ സോസേജൊക്കെ ഓംലെറ്റിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ആ സോസേജ് മാത്രം കഴിച്ച് ഓംലെറ്റ് അവിടെ വെച്ചു. അപ്പോൾ ഓംലെറ്റ് ഞാനിരുന്ന് കഴിക്കുകയാണ്, വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവന് ചെറിയൊരു കപ്പിൽ ഒരു റാഗിയുടെ ഒരു ഷേക്കാണ്, ഒരു ഹോട്ട് ഷേക്ക് പോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതും കഴിക്കും. റാഗി ആയ കാരണം നല്ലതാണ് കുട്ടികൾക്ക്. റാഗി ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആദ്യം കുറച്ച് നേരം സ്പൂൺ കൊണ്ട് കോരി കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ അവൻ കുടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അവർക്ക് ഷേക്ക് അടിക്കാൻ വേണ്ടി പാല് തിളപ്പിച്ചാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഇറച്ചിയും കായും വെക്കുകയാണ് കേട്ടോ. ലഞ്ചിന് വേണ്ടി വെച്ചതാണ്. പിന്നെ പെട്ടെന്നാണ് മമ്മിയും ഡാഡിയും കൂടിയിട്ട് അക്കീര അവിടേക്ക് പോയത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ ഞാനത് എന്തായാലും ഉണ്ടാക്കി വെച്ചു. ഇതിപ്പോൾ പാച്ചുനും തോമുനും ബ്രോസ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഉച്ച തിരിഞ്ഞ് അവർക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ തണുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പാലൊഴിച്ച് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് അതൊന്ന് ബട്ടർ മിൽക്ക് ആക്കിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് ടെൻഡർ ആവാൻ വേണ്ടിയിട്ട്
ഈ ഒരു കൂട്ടിലേക്ക് കുറേ അധികം നേരം സോക്ക് ചെയ്ത് വെക്കും. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതേ ഒരു ജ്യൂസി ആയിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം വെച്ച് ഞാൻ ഇങ്ങനെ കുഞ്ഞൊരു പാത്രത്തിൽ ഇങ്ങനെ അമർത്തി വെച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഒന്നല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞ് അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആ സമയത്തിനുള്ളിൽ നമ്മുടെ ഇറച്ചിയും കായും അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പാച്ചുവിനെ ഞാൻ കുളിപ്പിച്ച് കൊണ്ടിരുത്തി. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ ഡാഡിയും മമ്മിയും ആദ്യം പോകണു എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കായ വെള്ളത്തിലിട്ടത് കൊണ്ട് ഞാൻ ബീഫും കായയും ഉണ്ടാക്കി വെച്ചു, അതിനി രാത്രിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാനും ഡിവൈനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. മിക്കവാറും ഞങ്ങൾ വല്ല ബിരിയാണിയോ ഒക്കെ ആ സമയത്ത് മൂഡ് എന്ത് തോന്നുന്നു അത് വാങ്ങിച്ച് കഴിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് എന്ത് തോന്നുന്നു, ഞാനും ഡിവൈനാകുമ്പം രണ്ടുപേരുടെ ഏകദേശം ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് തിന്നാനാണ് കഴിക്കാനാണ് തോന്നുന്നത് അത് ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ ബീഫും കായും രാത്രിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ വയറൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. അവനിപ്പോൾ അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല. അവന് നല്ലോണം വിശക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്താൽ അത് കഴിക്കും. അല്ലാണ്ട് നമ്മൾ കുറച്ച് വിശപ്പാവുന്ന സമയത്ത് അത് മാറാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതവന് പിന്നെ ഒന്നും കഴിക്കാത്ത അവസ്ഥയാവും. ഒന്നും കംപ്ലീറ്റ് ചെയ്യാണ്ട് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വിശന്നാൽ മാത്രമേ അവന് ഞാൻ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ വിശപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി മിഡ് ഡേ സ്നാക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പാച്ചുവിനെ ഇവിടെ കളിക്കാൻ ഇരുത്തിയിട്ട് എനിക്ക് കുറച്ച് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പോൾ ഇവരെ പിടിച്ചെടുത്താന്നുള്ളതാണ് മെയിൻ ഡ്യൂട്ടി. അപ്പം ഇവനൊന്ന് സെറ്റിൽ ചെയ്യട്ടെ കേട്ടോ. എന്താണ്? രണ്ട് പിള്ളേർക്കും ചെറിയ വയ്യായ്കയൊക്കെ ഉള്ള കാരണം രണ്ടുപേരെ 2 റൂമിലാക്കിയിട്ട് കളിക്കാൻ വിട്ടിരിക്കുകയാണ്. ഒന്നിച്ചായ 2 പേരും കൂടുതൽ ഓടി കളിച്ചിട്ട് വീണ്ടും വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരവരുടേതായ കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തോമു മുകളിലും പാച്ചു താഴത്തും പുതിയ ടോയ്സൊക്കെ വെച്ച് കളിയിലാണ്. പാച്ചു, വാട്ട് ഇസ് ഇറ്റ്സ് കളർ? യെല്ലോ. യെല്ലോ, റെഡ്. ഓക്കെ, ഇത് ഏത് കളറാ? ഇത് വാട്ട് ഇസ് ദിസ്? വാട്ട് ഇസ് ഇറ്റ്സ് കളർ? ഗ്രീൻ. വെരി ഗുഡ്. ഏത് കളറാ പച്ചു? ഗ്രീൻ. വാവ്. അങ്ങനെ ലഞ്ചിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ 2 പേർക്കും പെട്ടെന്ന് ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആ സമയത്ത് എന്ത് മൂഡ് തോന്നുന്നോ അതനുസരിച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിവൈൻ സൊമാറ്റോയിൽ നമ്മുടെ നല്ല കൊണ്ടാട്ടം ബിരിയാണി, ചിക്കൻ ആൻഡ് ബീഫ് കൊണ്ടാട്ടം ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണിക്കായിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. അപ്പോൾ പാച്ചു ഈ ഒരു ഓസ് കിട്ടിയപ്പം അവൻ പറയായിരുന്നു, അമ്മ ഞാൻ ഡീസൽ അടിക്കുകയാണ്, ഞാൻ പെട്രോൾ അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് എനാക്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഓട്ടോൻ്റെ മുകളിലിരുന്നിട്ടായി ഓടിക്കല്. കാണിച്ചാമ്മയ്ക്ക് ABCD എവിടെ തന്നെ ഇതാണോ ABCD? പാച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ. അവൻ്റെ വർക്ക് ബുക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് അത് ഇങ്ങനെ പറഞ്ഞു തരും. ABCD 1 2 3 അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. വർക്ക് ബുക്ക് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ട് അത് എടുത്ത് വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും ആ ബുക്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇരുന്നോളും. ഏതെങ്കിലുമൊക്കെ നട്ട്സ് ഡെയിലി കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും അവന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവാറില്ല. കാഷ്യൂസും ആൽമണ്ടൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, വാൾനട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവരെ തോന്നുമ്പോഴേ അവനെ കഴിക്കുള്ളൂ. ആക്ടിവിറ്റിയിൽ ബിസി ആയ കാരണം അറിയാതെ കുറച്ചങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആനിമൽസിൻ്റെ സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ അപ്പം ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള ക്ഷമയും വേണം, അത് ഒട്ടിക്കാനുള്ളൊരു സ്കില്ലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഐസ് ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഒരു നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല ഗമ്മുള്ളതായ കാരണം അവന് പറിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. അതെന്താ പാച്ചു? ഇവിടെ 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 ബുക്കിലൊട്ടിക്കേ, ഇവിടെ ബുക്കിലൊട്ടിക്കേ. അതെന്താ ഇത്? റാബിറ്റ്. റാബിറ്റ്. കൗവിനെടുത്തേ. കൗ ഉണ്ടല്ലോ. കൗ എവിടെ? കൗ അത് ഷീപ്പ്.
ഇതേതാ പാച്ചു? ഷീപ്പ്. ഇവിടെ 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 ഇവിടെ. ഷീപ്പിന് ഇഷ്ടമാണോ പാച്ചുവിനെ? നോ, ബുക്കിലൊട്ടിക്ക് പാച്ചു. ബുക്കിൽ ബുക്കിലൊട്ടിക്ക്. ഓ, വെരി ഗുഡ്. ഒട്ടിക്ക്. ഷീപ്പ്. ആ, ഒട്ടിക്കേ. ഷീപ്പ്. നോക്കട്ടെ അതെന്താ അത് നോക്കട്ടെ. സ്നെയിൽ. പറഞ്ഞേ, സ്നെയിൽ. നോ, അതെന്താ പച്ചു? എന്താണ്? സ്നെയിൽ. ഈശോ, താഴെ തൊട്ടിക്ക്. താഴെ അതെന്താ? അത് ബീ. വേണ്ടോ? ബി എന്താ ചെരിഞ്ഞിരിക്കണേ? ബി ശരിക്കും ഒട്ടിക്ക്. ബി. ഇന്ന് ബിയും സ്നെയിലും അവന് പുതിയതായിരുന്നു കേട്ടോ. ബാക്കി ഹോഴ്സ്, സ്ക്വിറലൊക്കെ അവന് അറിയായിരുന്നു. എന്നാലും എല്ലാത്തിൻ്റെയും കൂടെ അവൻ ഒന്നും കൂടി അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോളിംഗ് ബെല്ല് കേട്ട് ഓടിപ്പോയത്. ഞാനത് ബിരിയാണിയാണെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിൽ പോയതാണ്. പക്ഷേ എന്തോ ഒരു പോസ്റ്റ് വന്നതാണ്. അപ്പം ഞാൻ ഇറങ്ങാൻ നിന്നപ്പോൾ പാച്ചുവിനും വരണം എന്ന് പറഞ്ഞിട്ട് അവനും കൂടെ പോന്നു. നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ അവൻ ആ ചുളിവിൽ മഴയത്ത് ഞങ്ങൾ കുറച്ച് നേരം കുടയൊക്കെ കൊണ്ട് നടന്നു. ഞങ്ങൾ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോമു ചേട്ടൻ വന്നു. തോമു ചേട്ടൻ ഇന്ന് ഡോക്ടറിൻ്റെ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. പാച്ചുവിൻ്റെ ഒരു സ്റ്റെത്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വേഗം എടുത്ത് കഴുത്തിലിട്ട് അവർ ഡോക്ടറും പേഷ്യൻറ്റും ആയിട്ട് കളിക്കുകയാണ്. എന്താ പ്രശ്നം? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പറ. എവിടെ? നീ ഓട്ടയാക്കണ്ട ഇനി. ഉള്ളിൽ എന്താ തോമു? വയറിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടോ? ഓ മൈ ഗോഡ്. വയറിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ ഉള്ളത്? സ്ട്രോബെറി ഉണ്ടോ വയറിൻ്റെ ഉള്ളിൽ? ഓ, പ്രശ്നമാണോ തോമു? ഓ ഓ, ആ കാണിക്കാൻ. മരുന്ന് കൊടുക്ക്. പേഷ്യൻ്റ് ഇപ്പോഴും വയ്യാണ്ട് കിടക്കുകയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരോട് കിടക്കാൻ പറഞ്ഞ ഒരു സെക്കൻഡ് കിടക്കാത്തവനാണ്. ഇപ്പോൾ ഈ കളിക്കാൻ വേണ്ടിയിട്ട് തളർന്ന് അഭിനയിച്ച് ശ്വാസമൊക്കെ വലിച്ച് കിടക്കുന്ന പാച്ചുവിനെ നിങ്ങൾ കണ്ടോ? ഞാൻ പോലും ആദ്യമായിട്ടാണ് അവന് ഇത്രയും ക്ഷീണിതനായിട്ട് അടങ്ങി ഒതുങ്ങി കിടക്കുന്നത് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവരുടെ ഓരോ കളികൾ കാണാനായിട്ട്. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടോ. രാവിലെ ഞാൻ ആകെ പാച്ചുവിൻ്റെ ബാക്കി വന്ന ഓംലെറ്റാണ് കഴിച്ചത്. ഡിവൈൻ അതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആർത്തിയോടെ ആ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാച്ചുവിനും ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് വന്നു. പാച്ചുവിന് ഞാൻ അവിടെ മുട്ടച്ചോറും തൈരും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അതൊന്നും വേണ്ട, ഈ ബിരിയാണി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈറ്റ് റൈസൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അത്യാവശ്യം കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവന് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം ജ്യൂസ് ചോദിച്ചു തോമു കരഞ്ഞപ്പോൾ ഡിവൈൻ തോമുവിന് പാല് കൊടുത്തു. തോമു പാല് കുടിക്കുന്നുണ്ട്. അപ്പോൾ പാച്ചുവിനും പാല് വേണം. ശരിക്കും ഇത് പതിവില്ലാത്തൊരു പാല് കൂടിയാണ്. ചോറുണ്ട് കഴിഞ്ഞ് ഉടനെ ഒന്നും വന്ന് പാല് കുടിക്കാറില്ല. പക്ഷേ ഇന്ന് അവന് വേണം. തോമു കുടിക്കുന്നത് കണ്ടപ്പോൾ അവനും വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് ആ പാല് വാങ്ങിച്ചിട്ട് ടി വി ഒക്കെ കണ്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞ് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കണ്ണൊക്കെ നനഞ്ഞ് ഒരു വിഷാദത്തിൽ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും ഡിവൈനും ഒരാഗ്രഹം ഐസ്ക്രീം കഴിക്കാനായിട്ട്. അപ്പോൾ വേഗം സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ ഒന്ന് ഒതുക്കാനായിട്ട് അവർക്കും ഞങ്ങളൊരു ഐസ്ക്രീം ഷേക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു പാക്കിംഗ് ആകുമ്പോൾ അവർ കളയാണ്ട് തന്നെ അതിരുന്ന് കഴിച്ചോളും. ഞങ്ങൾക്കും സമാധാനമായിട്ട് ഐസ്ക്രീം എൻജോയ് ചെയ്തിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കയറി. അയ്യോ
ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലഞ്ചായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പാച്ചുവിനും ഇഷ്ടമാണ് ബിരിയാണി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ സ്ഥിരം അവിടുന്ന് കഴിക്കാറുള്ളതാണ്. തോമസ് ആൻഡ് കാസയും പിന്നെ ഇവിടെ ഒരു ഇക്കയുടെ ബിരിയാണിയും ഇവരുടെ ഫുഡ് കോർട്ടിലെ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ കൊണ്ടാട്ടം ബിരിയാണിയാണ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ അതാകുമ്പോൾ പിള്ളേർക്ക് ചിക്കൻ കൊടുത്തില്ല. ചിക്കൻ ഞാൻ ഇന്ന് രാത്രി അവർക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗീ റൈസ്, നല്ല ഗീ റൈസ്, ഒരു പ്രത്യേക തരം ഫ്ലേവറാണ് അതിന്. അപ്പോൾ അത് പാച്ചു കഴിച്ചു. പാച്ചുവിന് ഇഷ്ടമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നൊന്നും കൊടുക്കാറില്ല കേട്ടോ. എന്നും പുറത്തുനിന്ന് ഫുള്ള ഫുഡൊന്നും ഇല്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പിള്ളേർ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വാങ്ങിച്ചു കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീം ഷേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. പാല് കുടിച്ചു. അപ്പോൾ മൊത്തം വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ചിലപ്പോൾ ഞാനും ഉറങ്ങും. നല്ല മഴയും വയറും നിറഞ്ഞ് ഇനി സുഖമായിട്ടിരുന്ന് ഉറങ്ങണമെന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ദിവസം അമ്മമാർ ഉറങ്ങാറില്ല, അറിയില്ല. അപ്പോൾ എന്തായാലും പാച്ചു കിടപ്പായിട്ടുണ്ട് ഉറങ്ങാനായിട്ട്. ഇനി ഞാൻ വേഗം പിടിച്ച് കിടത്തി ഉറക്കട്ടെ കേട്ടോ. ഞങ്ങളൊരു ഗുളിയും കൂടി പാസ്സാക്കി ക്ലീനായിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോവാണ്. കുങ്ങാൻ പോവാന്ന് തന്നെ ഉറങ്ങാൻ പോവാ. പാച്ചു അമ്മയ്ക്ക് ബക്കറ്റ് എടുത്തായോ? അവിടെ വയ്ക്ക് മാറ. അപ്പം ഞാൻ ഉറക്കാൻ കെടുത്തിയെങ്കിലും അവന് ഉറങ്ങാൻ യാതൊരു താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും എനിക്ക് വാഷ് ചെയ്ത തുണികളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തോരിടാൻ കൈയോടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാച്ചു എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്ന് പറയണോ അതോ ഇരട്ടിപ്പണിക്ക് കൂടെ വന്നോ എന്ന് പറയണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ. അങ്ങനെ തുണിയൊക്കെ തോരിയിട്ട് ഉണങ്ങിയ തുണിയൊക്കെ എടുത്തു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചുവിന് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ അവനെ ഉറക്കിയിട്ടോ. ഉറങ്ങി എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി മമ്മിയൊക്കെ വന്നു. അപ്പോൾ ഇന്ന് ഡോൺ ചേട്ടൻ്റെ വക പിസ്സയായിരുന്നു. കാരണം പിള്ളേർ കുറേ ദിവസമായിട്ട് പിസ്സ ചോദിക്കുന്നുണ്ട്. ഇവർക്ക് 2 പേർക്കും, തോമുനും പാച്ചുനും ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. ഇന്ന് ഞങ്ങൾക്കും കഴിക്കാൻ ഒരു കൊതി തോന്നിയപ്പോൾ ജസ്റ്റ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പിള്ളേർക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഞങ്ങൾ മാർഗരറ്റ് പിസ്സയാണ് ഓർഡർ ചെയ്യാറ്. അപ്പോൾ അതാകുമ്പോൾ അധികം സ്പൈസി അല്ല, ചീസും ടൊമാറ്റോസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണത്. ചിക്കനൊക്കെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സ്പൈസി ആകുമ്പം ഭയങ്കര എരിവായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവർക്ക് പിസ്സ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഫ്ലേവറാണ് വാങ്ങിച്ചു കൊടുക്കുക. 2 പേരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് TV ഒക്കെ കണ്ട് അവർ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചു പിസ്സയൊക്കെ വെച്ച് എന്താ പറയുക, ഇങ്ങനെ സെർവിങ് ഒക്കെ എനാക്ട് ചെയ്ത് കാണിച്ചു തുടങ്ങി. തോമുവിന് പോയിട്ട് പിസ്സ സെർവ് ചെയ്യുന്നു. അങ്ങനെയുള്ള അവൻ്റേതായ കുറേ കുറുമ്പൊക്കെ കാണിച്ചിങ്ങനെ നടക്കുകയാണ്. അവരുടെ കഴിക്കലൊക്കെ ഒന്ന് സെറ്റിലായതിന് ശേഷം ഞങ്ങളും കഴിക്കാൻ സ്വസ്ഥമായിട്ടിരിക്കാൻ പോവാണ്. നല്ല കിടിലൻ ടേസ്റ്റുള്ള പിസ്സയാണ് കേട്ടോ ഇന്നത്തെ. കുളിക്കാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പ്. പക്ഷെ കുളിക്കാണ്ട് എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്നൊന്ന് മേലഴുകി വന്നു. തലയൊന്നും വാഷ് ചെയ്യാൻ തന്നില്ല കേട്ടോ. പുറത്താണെങ്കിൽ നല്ല കിടിലൻ മഴ, നല്ല തണുത്ത അന്തരീക്ഷം. അപ്പോൾ ഇനിയിപ്പോൾ വേഗം കിടന്നുറങ്ങുക എന്നുള്ളത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല പെരുമഴയാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നിരിക്കാം കേട്ടോ. അതിൻ്റെ ഡിസ്റ്റർബൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇനി മഴ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈയോടെ ഉള്ള ഡിസ്റ്റർബൻസിൽ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചത്. പിന്നെ ഇന്നത്തെ ആക്ച്വലി ഞാൻ പാച്ചുവിൻ്റെ ഫുഡ് റൂട്ടീൻ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ തുടങ്ങി വെച്ചത്. അതായത് അവന് ഡെയിലി കൊടുക്കുന്ന ഹോം മെയ്ഡ് ഫുഡ്സിനെ അങ്ങനത്തെ ബേസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, സ്നാക്സ്, അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ കാണിക്കുക. നമ്മൾ അല്ലാത്തപ്പോൾ നമ്മൾ കൊടുക്കുന്ന ജങ്ക് ഒന്നും അങ്ങനെ ഫുഡ് റൂട്ടീനിൽ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു പബ്ലിക്കലി റിവീൽ ചെയ്യാൻ പലപ്പോഴും മടിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല. മിക്ക ഒരു 90% അവന് ഹോം മെയ്ഡ് ഫുഡ്സ് തന്നെയാണ് കൊടുക്കാറ്. ഇപ്പം രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് വീട്ടിലുണ്ടാക്കിയ ചോറും കറിയും, മീൻ വറുത്തത്, മീൻ ചോറ്, അങ്ങനെ ഉച്ചതിരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും കട്ട്ലറ്റോ അല്ലെങ്കിൽ സ്നാക്സ്, അങ്ങനത്തെ പരിപ്പോട, അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതോ നേന്ത്രപ്പഴം വറുത്തതോ
അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. രാത്രി കഞ്ഞി, ഇതാണ് ശരിക്കും അവൻ്റെ ഡെയിലി ഫുഡ് റൂട്ടീൻ. പക്ഷെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അത് അങ്ങനെ ആവണമെന്ന് വിചാരിച്ചായതല്ല. ചില ദിവസം അങ്ങനെയാണ്. ചില ദിവസം നമുക്ക് പലതിനോടും ഒരു ക്രേവ്സ് തോന്നും. ചില ദിവസം നമുക്ക് ഒന്നും വീട്ടിൽ കുക്ക് ചെയ്യാൻ ഒരു മടിയുള്ള ദിവസം തോന്നും. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങനൊരു ഡേ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ തുടങ്ങി വെച്ചത്. പക്ഷേ അവസാനിച്ചത് ഇന്ന് ഫുള്ള് നമ്മൾ ജങ്ക് ഫുഡ്സും എന്തൊക്കെ രീതിയിൽ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ അതും ഷുഗറും എന്താ പറയുക മൊത്തം ഇച്ചിരി അൺഹെൽത്തി ആയി പോയ ഒരു ഡേ ആണിന്ന്. അപ്പോൾ ഞാൻ പക്ഷെ വിചാരിച്ചു ഓക്കെ നമുക്ക് നല്ല ഭാഗം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ നന്മ മീൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ എടുക്കുക എന്നുള്ളതല്ലല്ലോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ജെനുവിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഈ പിസ്സ ഡെയിലി കൊടുക്കുന്നത് നല്ലതല്ല എന്നറിയാം, ഫ്രോസൺ ഫുഡ് ലോങ് ടേമിൽ എന്നും കൊടുക്കുന്നത് നല്ലതല്ല എന്നറിയാം. പ്രത്യേകിച്ച് ഐസ്ക്രീമിനോടൊക്കെ ഞാൻ മാക്സിമം പാച്ചുവിന് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്ന സാധനങ്ങളാണ്. ഷുഗർ നല്ലതല്ല എന്നറിയാം. ഈ ഐസ്ക്രീംസ് ആണെങ്കിലും കുട്ടികൾക്ക് അത്ര നല്ലതല്ലാത്ത സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. കുട്ടികളാണെങ്കിലും ചില ദിവസം ചോദിക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നും. അങ്ങനെ ഒരു ദിവസമായി പോയി ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഇരിക്കട്ടെ, അതും നിങ്ങളെ കാണിക്കുന്നത് കൊണ്ട് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ആരും എന്താ പറയുക ഒറ്റവട്ടവും നമ്മളിത് വല്ലപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അത് ഹെൽത്തി ആണോ അല്ലയോ എന്ന് ആലോചിക്കാണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അങ്ങനെ നിങ്ങളായിട്ട് ഹൈഡ് ചെയ്യണ്ടെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അതാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നായിരിക്കും പക്ഷേ വന്ന് ഭവിക്കുക വേറൊന്നായിരിക്കും. എനിവേയ്സ്, അപ്പോൾ എനിക്കറിയാം ഡെഫിനറ്റ്ലി ഒത്തിരി പേര് നെഗറ്റീവായിട്ട് വിചാരിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണോ നിങ്ങളൊരു കുട്ടിയുടെ ഫുഡ് റൂട്ടീൻ നോക്കുന്നതെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 90% നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ മക്കളുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെ ആയിരിക്കും ആഗ്രഹം. അപ്പം അത് അങ്ങനെ അല്ലാതിരിക്കാൻ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അപ്പം മാക്സിമം അവർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ചില ദിവസങ്ങൾ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്രേവ്സ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ദിവസം നമ്മൾ കണ്ണടച്ചു വിടില്ലേ, ചില ചീറ്റ് ഡേ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഡേ ആയിട്ട് നിങ്ങളിതിനെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പാച്ചുതേ കുളിച്ചൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കിയിട്ട് ഞാൻ വിട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. ഇനിയിപ്പോൾ ഞാൻ അവനെ പാലെടുത്ത് ഞങ്ങൾ ഉറങ്ങാൻ പോവും. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ബൈ.